ശ്രീ സിബി സത്യൻ, 50% കാര്യം ഓരോ സംസ്ഥാനത്തും 50% സീറ്റുകൾ കൂടും. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയെ ഒഴിവാക്കും. ഈ 2011 ജനസംഖ്യ കണക്കനുസരിച്ച് ദക്ഷിണേന്ത്യയുടെ സീറ്റുകൾ നഷ്ടമാകും, അല്ലെങ്കിൽ കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ ആനുപാതികമായ വർധനവുണ്ടാകില്ല എന്നതായിരുന്നുവല്ലോ. ഇന്ന് അമിത്ഷാ ലോക്സഭയിൽ ഉറപ്പ് നൽകുകയാണ്. 129 സീറ്റുകളായിരുന്നു 5 സംസ്ഥാനങ്ങൾക്കുമായി ഉണ്ടായിരുന്നത്. അത് 195 ഉയരും. അതായത് 50% വർധനവ് വരും. അപ്പോൾ അതിൽ ഒരു തരത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെ എതിർക്കാൻ പറ്റും പ്രതിപക്ഷത്തിന്, മണ്ഡല പുനർനിർണയം പറഞ്ഞുകൊണ്ട്? മഞ്ജുഷ, ഇതിനകത്ത് 2-3 പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലത്തെ ചർച്ചയിലെ തുടർച്ചയായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ഒന്നെന്ന് പറയുന്ന ആദ്യത്തേത്, നമ്മൾ ഈ ബ്ലാങ്കറ്റ് 50% വർധനവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് 2011 സെൻസസിനെ വലിച്ചെടുക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് 50% സ്ത്രീ സംവരണം അധിക സീറ്റുകൾ കൊണ്ടുവന്ന് 33% സ്ത്രീ സംവരണം ഉറപ്പാക്കാം. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. അതായത് ഇത്തരം വലിയ പ്രമുഖ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷമായിട്ടും ഒക്കെ സംസാരിച്ചിട്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അതായത് പാസ്സാക്കണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ബില്ലാണെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഒരു അനുവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പൊ ഇവർ ഇത്തരം ബില്ലുകൾ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയും അതിനകത്ത് നിയമനിർമ്മാണത്തിന് ആവശ്യമായ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തുകയും എല്ലാവരെയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അത്തരത്തിലാണ് ഇത്തരം സുപ്രധാനമായ ഒരു ബില്ലുകളൊക്കെ വരുന്നത്. ഇവിടെ അതിന് പകരം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഈ ബില്ലിനകത്ത് എവിടെയും അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ്. അതൊന്ന്. അമിത്ഷാ അതിന് ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ്. ആ ബില്ലിൽ ഉൾപ്പെടുത്താം ഈ 50% ഓരോ സംസ്ഥാനങ്ങൾക്കും കൂടുന്ന കാര്യം. അത് ബില്ലിൽ ഉൾപ്പെടുത്താമെന്ന് അമിത്ഷാ അല്പസമയം മുമ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ. അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ ആണ്. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ട് ഒരു പാർട്ടിയുടെ ആധിപത്യത്തിലാക്കാൻ പറ്റും. ഒരു കാരണവശാലും മറ്റൊരു പാർട്ടി വിജയിക്കാത്തക്ക രീതിയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ചില മണ്ഡലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ഡീലിമിറ്റേഷനെ പറ്റി നമുക്കറിയാം. അപ്പൊ അതിന് അവർ ഉപയോഗിക്കുന്ന ഈ ആർട്ടിക് എന്ന് പറയുന്നത് 2011 ഇല്ലാതെ പറ്റുകയില്ലല്ലോ. ഇപ്പോൾ 1971 സെൻസസ് കണക്കനുസരിച്ച് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? 30 ലക്ഷം വോട്ടർമാർ വരെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇന്നതിന്റെ കണക്ക് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ വായിച്ചിരുന്നു. ഏതാണ്ട് 100-ലധികം മണ്ഡലങ്ങളിൽ ഈ കണക്കാണ്. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ടർമാരുണ്ട്. അതെങ്ങനെ ശരിയാകും? അത് ശരിയാണ്. 100% ഞാൻ മഞ്ജുഷയോട് അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മഞ്ജുഷേ, ഈ പറഞ്ഞ പോലെ നമ്മള് ഈ MLA-മാരുടെ MP-മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ശരിക്കും ജനാധിപത്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിലവിൽ 540 അത്രയും MP-മാർ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് 33% സംവരണം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. ഈ 140 എന്തുകൊണ്ട് 33% സംവരണം സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? 33% സീറ്റുകൾ സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്തെ അടക്കി ഭരിക്കുന്ന ഈ ആൺ മേൽക്കോയ്മയെ നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് അധിക സ്ഥലം വേറെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നുകൂടാ? ശരിക്കും ഞാൻ ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ തുടർച്ച ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 840 പുതിയതായിട്ടല്ലേ 816 അല്ലെ 850 MP-മാർ പുതുതായിട്ട് വന്നതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? ഇന്ത്യൻ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കോ ഇന്ത്യൻ ചടങ്ങായിട്ട് എന്തിനാണ് എന്ന് കൂടി ചോദിച്ചാൽ നന്നായിരുന്നു. കാരണം എന്തിനാണ് ഇപ്പോൾ ഈ 30 ലക്ഷം വോട്ടർമാർക്ക് ഒരു MP എന്നൊക്കെ രീതിയിൽ എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? ഇത് വേണ്ടെന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് താങ്കൾ. മഞ്ജുഷ അങ്ങനെയല്ല. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു അധികാര വികേന്ദ്രീകരണത്തിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, MP തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഓരോ ആൾക്കാർക്കും തീർക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിലും MP-യെ സമീപിക്കാറില്ല. നമ്മൾ MLA സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, MP-യെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, ജില്ലാ പഞ്ചായത്തിനെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ട് വികേന്ദ്രീകരണം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു 2 MP അധികം വന്നാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് ഇപ്പോൾ 3 MP-മാരാണുള്ളത്, അല്ലെങ്കിൽ 4 പേരാണുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ചുപേരെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഞാൻ അതിന്റെ വിശദീകരണം പറയാം. ഒരു MP-ക്ക് ശരാശരി 43 ലക്ഷം രൂപയാണ് ഒരു പ്രതിവർഷം ഗവൺമെന്റ് ചർച്ച ലോക്സഭയിൽ നടക്കുന്നില്ല. അതിലേക്ക് ചർച്ച എന്തായാലും പോവുകയില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇനി പ്രതിപക്ഷത്തെ വെട്ടിലാക്കുവാനുള്ള ഒരു കാര്യമാണ് അമിത്ഷാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചർച്ചയിൽ
ചർച്ചയിൽ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൊടുത്ത കാര്യമാണ്. ഇതാണ് ഫോർമുലയായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. 50% ഓരോ സംസ്ഥാനത്തും സീറ്റുകൾ കൂടും. അവിടെ ജനസംഖ്യ അല്ല ശരിക്കും അപ്പോൾ അവലംബിക്കുന്ന കാര്യം. പക്ഷേ അതേസമയം 2011 സെൻസസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഈ ബില്ലിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇതാണല്ലോ വൈരുദ്ധ്യം. മാത്രമല്ല 81 ആണെന്ന് തോന്നുന്നില്ലേ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ജനസംഖ്യയാണ് അടിസ്ഥാനമായി കണക്കാക്കേണ്ടത് ഈ മണ്ഡലങ്ങൾ തീരുമാനിക്കുമ്പോൾ. അപ്പോൾ അതും ഇതിന് പിന്നിലുള്ള ഒരു ചതിയായി മാറുകയില്ലേ? ഈ പറയുന്ന പോലെ ജനസംഖ്യ അവലംബിക്കാതെ ഫ്ലാറ്റായിട്ട് 50% മണ്ഡലങ്ങൾ കൂട്ടുന്നു ഓരോ സംസ്ഥാനത്തിനും എന്ന് വരുമ്പോൾ. മഞ്ജുഷ്, ഇതിനെക്കുറിച്ച് ഞാൻ 2 ദിവസം മുമ്പ് നടന്ന ഒരു TV ചർച്ചയിൽ അതിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് 2 മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു സ്കീം. അതാണ് സത്യത്തിൽ ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് അതിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 1970-കളിൽ ഉണ്ടായിരുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം 543 അംഗങ്ങൾ ലോക്സഭയിൽ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫോർമുല പിന്തുടർന്ന് വന്നിരുന്നത്. അപ്പം ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത്, ഒന്ന്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, ആരോഗ്യ പരിപാലനം, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം ഇതൊക്കെ പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പോപ്പുലേഷൻ പ്രൊപ്പോർഷനിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം, നമ്മൾ ഇതുപോലെ ആനുപാതികമായിട്ട് ജനസംഖ്യ വർദ്ധിപ്പിച്ചില്ല, അതുകൊണ്ട് നമുക്ക് സീറ്റ് കുറയുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിലുള്ള സ്കീമുകളോടൊന്നും തന്നെ അഡ്ഹിയർ ചെയ്യാതിരിക്കുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിലുള്ള പല സംസ്ഥാനങ്ങൾക്കും ക്രമാതീതമായിട്ട് സീറ്റുകൾ കൂടുകയും ചെയ്യും. ഇപ്പോൾ 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള 20 സീറ്റ് എന്ന് പറയുന്നത് 23 സീറ്റായി മാറും. മറിച്ച് ഉത്തർപ്രദേശിലുള്ള 80 സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 143 സീറ്റായിട്ട് മാറും. എന്ന് വെച്ചാൽ അവർക്ക് ഗെയിൻ കിട്ടുന്നത് 63-64 സീറ്റുകളാണെങ്കിൽ കേരളത്തിന് കിട്ടാൻ പോകുന്നത് വെറും 3 സീറ്റുകളാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.